എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാളെയുമായിട്ട് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ബ്രൊമാൻസ്, ഗെറ്റ് സെറ്റ് ബേബി, ED, വേല തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ധീരവീര സൂര്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിക്രമിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ധീരവീര സൂര്യൻ. ഇതൊരു ആക്ഷൻ മൂവിയാണ്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാള നടൻ സുരാജ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആമസോൺ പ്രൈമിൽ സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ദി ഡിപ്ലോമാറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ജോൺ അബ്രഹാമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. മെയ് മാസം ഫസ്റ്റ് വീക്കിൽ നെറ്റ്ഫ്ലിക്സിലാണ് ദി ഡിപ്ലോമാറ്റിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു എമ്പുരാൻ. 300 കോടിക്കടുത്ത് സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ സിനിമ ഇപ്പോൾ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് എമ്പുരാൻ സിനിമ റിലീസായിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മാഡ് സ്ക്വയർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിലാണ് സിനിമയുടെ റിലീസ്. മലയാളം വെർഷനും ഇന്ന് തന്നെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കള്ളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ജിയോ ബേബി, കൈലാഷ് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഈ കള്ളം എന്ന സിനിമ ഇന്ന് സിംപ്ലി സൗത്തിൽ രാത്രി 12 മണിക്ക് OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സുരാജ് നായകനായ സിനിമയായിരുന്നു ED. ഡിസംബറിലാണ് ED സിനിമ റിലീസായത്. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. സിനിമയുടെ ലീക്ക് വെർഷൻ നേരത്തെ വന്നതായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ OTT നാളെയാണ്. നാളെ രാത്രി 12 മണിക്ക് സൈനാപ്ലയിലാണ് ED സിനിമയുടെ OTT റിലീസ്. ED ഒരു ഫാമിലി മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് ED സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്തായാലും നാളെയാണ് ഒഫീഷ്യൽ OTT. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് വേല സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. 2023 വേല റിലീസായത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് വേല സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത്. ഷൈനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT മെയ് മാസത്തിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ടും വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് രാമചന്ദ്ര സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ തിയേറ്ററിൽ കാണാൻ സാധിക്കാത്തവർക്ക് OTT വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ മെയ് മാസം സെക്കൻഡ് വീക്കോടുകൂടി രാമചന്ദ്ര ബോസൺകോ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വരിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമയിൽ ആദ്യം കോമഡി ഉണ്ടെങ്കിലും അവസാന സിനിമ ത്രില്ലർ മോഡിലേക്ക് വരികയാണ്. എവറേജ് അഭിപ്രായം മാത്രമാണ് പുണ്യാളൻ സ്വന്തമാക്കിയത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ മനോരമ മാക്സ് പുണ്യാളൻ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മെയ് മാസം ഫസ്റ്റ് വീക്കിൽ പുണ്യാളൻ സിനിമ മനോരമ മാക്സിൽ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബ്രൊമാൻസ് ഒരു ഫാമിലി കോമഡി മൂവിയാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ബ്രൊമാൻസിൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് സോണി ലീവ് ആണ്. മെയ് മാസം 1-ാം തീയതി സോണി ലീവിൽ ബ്രൊമാൻസ് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ തീയതി ആയതുകൊണ്ട് മാറ്റം വരില്ല. അർജുൻ അശോകൻ, മഹിമ, മാത്യു തോമസ് ആണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് ഗെറ്റ് സെറ്റ് ബേബിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം സിനിമയിലെ നായകൻ ഉണ്ണിമുകുന്ദനാണ്. അതുമാത്രമല്ല നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. നിഖില വിമലാണ് സിനിമയിലെ നായിക. ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ഗെറ്റ് സെറ്റ് ബേബി പറഞ്ഞു പോകുന്നത്. മനോരമ മാക്സ് ആണ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 8-ാം തീയതി ഗെറ്റ് സെറ്റ് ബേബി മനോരമ മാക്സിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ടിനി OTTക്ക് വേണ്ടി ആരും കാത്തിരിക്കുന്നില്ല. കാരണം കാത്തിരുന്ന് മടുത്തു. മനോരമ മാക്സ് OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ട് 1 മാസം ആകാറായി. ഇതുവരെ അവർ OTT റിലീസ് ചെയ്യുന്നില്ല. ഈസ്റ്ററിന് റിലീസാക്കുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോൾ ഒടുവിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മെയ് മാസം 1-ാം തീയതി ഹണ്ട് സിനിമ മനോരമ മാക്സിൽ റിലീസാക്കുമെന്നാണ്. ഇനിയും അത് മാറ്റിവെക്കുമെന്ന് വ്യക്തമല്ല. ഭാവനയാണ്
ഹണ്ട് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഹണ്ട് ഒരു ഹൊറർ മൂവിയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്